ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അല്പസമയം മുമ്പ് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു. അനുമോള്, നെവിൻ, അനീഷ് ഇവർക്ക് 3 പേർക്കുമായിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് നൽകുകയാണ്. ഓരോരുത്തരായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഓരോ പാനീയം കുടിക്കാനായിട്ട് പറയുകയാണ്. ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു പാനീയം കുടിക്കുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കും, നിങ്ങൾക്ക് ചില പവറുകൾ ലഭിക്കും എന്ന് പറയുന്നു. അതായത് ഇവർ കൺഫെഷൻ റൂമിൽ നിന്ന് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് പുറത്തുള്ള വീട്ടുകാരോട് ബിഗ് ബോസ് ഇവർ എന്തായിത്തീരുന്നു, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ക്യാരക്ടർ എന്താണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പാനീയം കുടിക്കുന്നവർക്ക് ഇവരെന്തായിത്തീരുന്നു എന്ന് മനസ്സിലാവില്ല. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ നിന്നും ഇവർ മനസ്സിലാക്കണം ഇവരിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പവർ എന്താണ് എന്നത്. അതിന് നിശ്ചിത സമയം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ആ സമയത്തിനകം തന്നെ ഇവരത് ബിഗ് ബോസിനോട് പറയുക എന്നതാണ് ടാസ്ക്. എന്തായാലും വളരെയധികം രസകരമായിട്ടുള്ള ഫണ്ണായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. അനുമോൾ ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ ആ ഒരു രീതിയിൽ ടാസ്ക് ചെയ്യും എന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അനീഷൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതായത് മറ്റുള്ളവരെല്ലാവരും, വീട്ടുകാരെല്ലാവരും അനീഷിനെ കാണുന്ന സമയത്ത് ആ ഒരു സെലിബ്രിറ്റിയുടെ ട്രീറ്റ് ആ ഒരു രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നൂറയൊക്കെ അനീഷിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോള് അവിടെ നിന്നുകൊണ്ടും എല്ലാവരോടും പറയുന്നുണ്ട്, ഫുഡൊക്കെ റെഡി ആയില്ലേ, എൻ്റെ മുഖത്താരും നോക്കുന്നില്ല എന്നതൊക്കെ. അതായത് അനുമോൾ ഇൻവിസിബിൾ ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ അദൃശ്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ബിഗ് ബോസ് ഇവിടെ ഈ ഒരു ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. നെവിൻ്റെ റോൾ എന്താണ് എന്നത് എനിക്ക് മനസ്സിലായില്ല. നെവിനോട് ആര്യം ചോദിക്കേണ്ടത് കിച്ചണാണോ വലുത് അതോ റൂമാണോ വലുത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരുടെയും വായാണ് വലുത് എന്ന് പറയുന്നു. നെവിൻ്റെ റോൾ എന്താണെന്നത് എനിക്ക് വ്യക്തമായി പ്രൊമോ കണ്ടപ്പോൾ മനസ്സിലായില്ല. എന്തായാലും വളരെയധികം കിടിലനായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഇതേ രീതിയിലുള്ളൊരു ടാസ്ക്, അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 5 അഖിൽ മാരാർ ചെയ്തിരുന്നു. അഖിൽ മാരാരുടെ താണ്ഡവമായിരുന്നു, അല്ലെങ്കിൽ സംഹാര താണ്ഡവമായിരുന്നു സത്യത്തിൽ അന്ന് നമ്മൾ ലൈവിൽ കണ്ടത്. അന്ന് അഖിൽമാരാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു സത്യത്തിൽ. എന്തായാലും ഈ ഒരു ടാസ്ക് വളരെയധികം രസകരമായിട്ട് തന്നെ എല്ലാവരും ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.